ഗൈസ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷിപ്പിൻ്റെ അകത്തുള്ള ലോണ്ടറിയെക്കുറിച്ചാണ്. ലോണ്ടറിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ തുണി നനയ്ക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ലോണ്ടറി വീഡിയോയിലകത്ത്. അപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കപ്പലിൻ്റെ അലക്കുമുറിയുടെ അകത്താണ്. കപ്പലിൻ്റെ അലക്കുമുറി എന്ന് പറയുന്ന ഷിപ്സ് ലോണ്ടറിയുടെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടെ മൊത്തം 3 മെഷീൻ തന്നിട്ടുണ്ട് തുണി നനയ്ക്കാൻ. നമ്മളുടെ തുണികളൊക്കെ നനയ്ക്കാനായിട്ട് മൊത്തം 3 മെഷീൻ. അതിൽ 2 മെഷീൻ ഇതാണ്. ഈ 2 മെഷീൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, വർക്കിംഗ് ക്ലോത്ത്സ്, ബോയിലർ ഷൂട്ടൊക്കെ നനയ്ക്കാനുള്ള പ്രത്യേകിച്ചുള്ള മെഷീനാണിത്. അതല്ലാതെ നമുക്ക് ഇവിടെ ഒരു മെഷീൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ സിവിൽ ഡ്രസ്സ്, ഇതുപോലുള്ള അകത്തിടുന്ന ഡ്രസ്സ്, നല്ല ഡ്രസ്സ് മാത്രം നനയ്ക്കാനുള്ളതാണ് ഈ ഒരു മെഷീൻ. സോ ഈ 2 മെഷീനിൽ നമുക്ക് നമ്മുടെ വർക്കിംഗ് ഡ്രസ്സ് മാത്രമേ ഇടാവൂ. അതിൻ്റെ അകത്ത് നമ്മൾ സിവിൽ ഡ്രസ്സ് മാത്രമേ ഇടാവൂ. സോ സിവിൽ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ജീൻസും ടീഷർട്ട്സും കാര്യങ്ങളാണ്. ഇന്നേഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ട് നനയ്ക്കാൻ പാടില്ല, ഇടാൻ പാടില്ല ഒരിക്കലും. സോ നമുക്ക് സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സോക്സ് ഇന്നർ വരുന്ന സോക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബോയിലർ സൂട്ടിന് കൂടെ നനയ്ക്കും. ഓക്കെ, അതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷ്റൂമിൻ്റെ അകത്ത് വെച്ച് നനയ്ക്കാവുന്നതാണ്, റൂമിൻ്റെ അകത്തുള്ള വാഷ്റൂമിൽ. ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു സെറ്റിംഗ് ചെയ്യേണ്ട, എല്ലാം പ്രീ സെറ്റിംഗ് ആയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ തുണി കൊണ്ടുവരിക, അതിടുക, പിന്നെ ഇതിൻ്റെ അകത്ത് സോപ്പ് പൗഡർ ഇടുക, ആവശ്യത്തിനുള്ള സോപ്പ് പൗഡർ മാത്രമേ ഇടാവൂ. അതിനുശേഷം നിങ്ങൾ ഈ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളൊന്നും കൈവയ്ക്കേണ്ട, ജസ്റ്റ് പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്ത ഉടനെ എല്ലാ സെറ്റിംഗ് ഓൾറെഡി ആക്കിയിട്ടുണ്ട്. ടെമ്പറേച്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടെമ്പറേച്ചർ 40 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 40 ഡിഗ്രി. ദെൻ സ്പീഡ് RPM മെഷീൻ കറങ്ങേണ്ടത് 1000-ലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ സ്റ്റാൻഡേർഡ് വാഷിങ്ങിലൊക്കെയാണ് നമ്മൾ മോഡ് വെച്ചിരിക്കുന്നത്. പല മോഡും ഉണ്ട്, അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് വാഷിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഡയറക്റ്റ് നമ്മൾ സ്റ്റാർട്ട് അമർത്താം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെ സിവിൽ ക്ലോത്ത് ആണ്. സിവിൽ ഡ്രസ്സ്, നമ്മളുടെ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയ്ക്കാനുള്ളത് ഇതിൻ്റെ അകത്താണ്. ഒരിക്കലും അതും ഇതും ഞങ്ങൾ മിക്സ് ചെയ്യാറില്ല. പിന്നെ സിവിൽ ഡ്രസ്സ് ഉണങ്ങാനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്താണ്. സിവിൽ ഡ്രസ്സ് ഉണങ്ങാനുള്ള ഡ്രയറാണ്. അപ്പം മിക്ക ആൾക്കാരും ഷിപ്പിൽ എങ്ങനെയാണ് ഡ്രസ്സ് നനച്ച് ഉണക്കി എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഇതിൻ്റെ അകത്തിട്ടിട്ടാണ് കേട്ടോ. നമുക്ക് ചൂടാക്കുന്ന ഒരു മെഷീൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഡ്രയർ. സോ ഡ്രസ്സ്, നനഞ്ഞ ഡ്രസ്സ്, സിവിൽ ഡ്രസ്സ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് അടച്ചതിന് ശേഷം ഇതിൻ്റെ ഫംഗ്ഷൻ അവിടെ ഉണ്ട് സെറ്റിങ്സിൽ. 60 മിനിറ്റ് 70 ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ അങ്ങനെ സെറ്റിംഗ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറിനകത്ത് നമുക്ക് ഡ്രസ്സ് ഉണങ്ങി കിട്ടും. പിന്നെയുള്ള ചോദ്യം തന്നെ, നമ്മുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ നമ്മൾ ഇവിടെ നനച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് കൊണ്ടിടുന്നത് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്തൊരു കുഞ്ഞു റൂമുണ്ട്. സോ ഇതിൻ്റെ അകത്താണ് ഞങ്ങളുടെ വർക്കിംഗ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് കാണാം, വർക്കിംഗ് ഡ്രസ്സ്, നനഞ്ഞ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇതിൻ്റെ അകത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉണങ്ങുന്ന ചില ആൾക്കാർക്കൊക്കെ ഇത് ഡൗട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റീം കോയിൽ, അതായത് നമ്മുടെ ചൂടാക്കുന്ന കോയിൽ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പം ഈ കോയിൽ വഴി ചൂട് കടത്തി വിട്ടിട്ട് ഇതിൻ്റെ അകത്ത് നല്ല ചൂടാണ്. അപ്പം ഈ നനഞ്ഞ ഡ്രസ്സ് ഒരു 1 അവറിൻ്റെ അകത്തൊക്കെ നല്ലപോലെ, 1 or 2 hours അകത്ത് നല്ലപോലെ പപ്പടം പോലെ പൊരിഞ്ഞ് ഉണങ്ങി കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഷിപ്പിൽ അയൺ ചെയ്യുന്ന സ്ഥലം. ഇതാണ് അയൺ ചെയ്യുന്ന സ്ഥലം, അയൺ ബോർഡ്. അപ്പം പ്ലഗ് ഇവിടെ ഉണ്ട്. അയൺ മെഷീൻ താഴെ എടുത്ത് വെച്ചിരിക്കുകയാണ്, റോളിംഗ് ആയതുകൊണ്ട് താഴെയുള്ള ഇവിടെയാണ് അയൺ ചെയ്തത്. പിന്നെ അത്യാവശ്യമായിട്ട് അത്യാവശ്യത്തിന് വേണ്ടി നമുക്കൊരു വാഷ് ബേസിനോടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ലോണ്ടറിയുടെ അകത്തുള്ളത്. പിന്നെ മെയിൻ സോപ്പ് പൗഡർ. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഷിപ്പിൽ പോകുമ്പോൾ സോപ്പ് പൗഡർ കൊണ്ടുപോകണമെന്ന്. സോപ്പ് പൗഡർ ഇവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോണ്ടറി റൂമിൻ്റെ അകത്ത് ഒത്തിരി തുണികൾ നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഡ്രൈ റൂമിൻ്റെ അകത്ത് ഒത്തിരി തുണികളുണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട്, അങ്ങനെ എന്തെങ്കിലും ഫയർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിത് അറിയാൻ പറ്റുന്നതെന്ന് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ട്. സോ അതിനുവേണ്ടി നമുക്കിവിടെ ഫയർ ഡിറ്റക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇൻ കേസ് എന്തെങ്കിലും ഫയറോ കാര്യങ്ങളോ എന്തെങ്കിലും സ്മോക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അലാം പഠിക്കും. ആ അലാം ഇവിടെ ഇങ്ങനെ കിണിങ്ങിണിങ്ങിണിങ്ങിണിന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അലാം സിസ്റ്റം. ഓക്കെ, അപ്പം അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അലാം കൊടുത്ത് അടിച്ചോളും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തീ വന്നാൽ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മളുടെ തുണി നനച്ചതിന് ശേഷം, നമ്മുടെ വർക്കിംഗ് ഡ്രസ്സ് നനച്ചതിന് ശേഷം നമ്മൾ ഈ ഡ്രൈ റൂമിൻ്റെ അകത്താണ് നമ്മൾ ഉണക്കാനിടുന്നത്. സോ ഉണക്കാനിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഈ തുണി നമ്മൾ കൊണ്ടുപോയിട്ട് സ്റ്റീം കോയിലിൻ്റെ മേളിലോ സ്റ്റീം കോയിലിൻ്റെ അടുത്തോ കൊണ്ടുവയ്ക്കാൻ പാടില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന അശയിൽ മാത്രമേ ഇടാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുണി ഉണങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റീം കോയിലായിട്ട് ടച്ചായിട്ട്
ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. തീ പിടിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ തീ പിടിച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് തീ പിടിച്ചു കഴിഞ്ഞാൽ അണയ്ക്കാൻ വേണ്ടിയായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതായത് ഫോം എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഒരു കോർണറിൽ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തതാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നവരെ ഹിയർ ആം ഐ സൈനിങ് ഔട്ട്. യുവർ ജസിൻ ഫ്രം സ്കിൽഡ് മറൈനർ. താങ്ക് യു.